നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ VK ചെറിയാൻ, ഡൽഹിയിൽ നിന്നും. എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ടിങ്ങിന് ശേഷം പല പാർട്ടികളുടെയും ഭാവി, ഇന്നത്തെ സ്ഥിതി, ഭാവി എന്താകും എന്നുള്ളൊരു ചർച്ചയാണ് ഈ സീരീസിൽ ഞങ്ങൾ ചെയ്യുന്നത്. ഇന്ന് ഞങ്ങൾ എടുക്കുന്നത് ഇടതുപക്ഷം, അതായത് CPI CPM കേരളത്തിലെ ഇന്ന് ഭരിക്കുന്ന രണ്ട് പാർട്ടികളുടെ പെർഫോമൻസ്, അവരുടെ രാഷ്ട്രീയ ഭാവി, രാഷ്ട്രീയ സ്ഥിതി ഒക്കെയാണ് ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ശ്രീ മാധവൻകുട്ടി, നമ്മൾ ഇന്ന് ഒരു സർവേയും ഇല്ലാതെ ആൾക്കാരൊക്കെ പറയുന്നു, ഇതാ ഈ സർക്കാർ ഇറങ്ങിപ്പോകുന്നു, പുതിയ സർക്കാർ വരുന്നു എന്ന് കേരളത്തിലെ സോഷ്യൽ മീഡിയയിലും, അതായത് പ്രൊമിനൻ്റ് ആയിട്ടുള്ള വോയിസ്, വാക്കാലും അല്ലാതെ സോഷ്യൽ മീഡിയ റെഫർ ചെയ്യുന്നു. പൊതുവെ ആൾക്കാർ റിക്കൺസൈൽഡ് എന്ന് പറയാം ഇടതുപക്ഷത്തിൻ്റെ ഫെയിലിയർ. പക്ഷേ ഇന്നലെ നമ്മൾ കണ്ടു കേരള പാർട്ടി സെക്രട്ടറി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് 100 വരെ കിട്ടും സീറ്റുകൾ കിട്ടും എന്ന് പറയുന്നു പ്രസിദ്ധീകരിച്ച. അതിനിടയ്ക്കൂടെ കേൾക്കുന്ന മിക്ക മന്ത്രിമാരും തോൽക്കും. അമ്പലപ്പുഴയിൽ സുധാകരനെ പോലുള്ള ഒരാൾ ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് CPM തന്നെ കോട്ട് ചെയ്തുകൊണ്ട് മീഡിയ പറയുന്നു. ഇതെന്താണ് കാണിക്കുന്നത്? അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ CPM ഇടതുപക്ഷം ഇന്ന് അവകാശപ്പെട്ടിരുന്ന പല കാര്യങ്ങളിലും ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് രാഷ്ട്രീയമായി ജനങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നു എന്ന് എപ്പോഴും വീമ്പിളക്കാറുള്ള ഒരു ഗ്രൂപ്പാണ് ഇടതുപക്ഷം. അതായത് അവർക്ക് അത്ര അടിത്തട്ടിൽ വേരുകളുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. കേരളത്തിന് ഇടതുപക്ഷത്തെ അറിയുന്നവരൊക്കെ അറിയാം. എന്താണ് സംഭവിക്കുന്നത് സാർ? നേതൃത്വവും ഈ വേര് എന്ന് പറയുന്ന ആ സംഗതിയുമായിട്ടുള്ള കണക്ഷൻ എവിടെയോ മുറിഞ്ഞു പോയിരിക്കുന്നു എന്നൊരു സംശയം നമുക്കുണ്ടാകുന്നില്ലേ? ഒന്ന്, ഞാൻ ആദ്യം താങ്കളുടെ ഈ അവതരണത്തിൽ പറഞ്ഞ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. 2021 പിണറായി വിജയൻ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ടിംഗ് കഴിഞ്ഞ ശേഷവും, ആ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് കഴിഞ്ഞ ശേഷവും ഒരു UDF വിജയമാണ് സാമാന്യേന കേരളത്തിലെ. അന്ന് ഇത്ര സാമൂഹ്യ മാധ്യമങ്ങൾ, ഇത്ര ഒരു സൈബർ പോരാട്ടം ഇത്ര ശക്തമല്ലെങ്കിലും പൊതുവിൽ ഉണ്ടായിരുന്ന മാധ്യമങ്ങളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും നിരീക്ഷകരും ഒക്കെ അവകാശപ്പെട്ടത് UDFന് ഒരു വിജയ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ വയസ്സായെങ്കിലും അത്രയൊക്കെ രാഷ്ട്രീയ ഓർമ്മ എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ആദ്യം നമ്മൾ അമിതമായിട്ടുള്ള ഈ പ്രവചനങ്ങളിൽ ഒരു മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ വിശ്വസിക്കരുത്. പിന്നെ മാധ്യമങ്ങളുടെ പ്രവചനം നമ്മളെക്കാൾ കൂടുതൽ പുറത്തുള്ളവർക്ക് അറിയാൻ വഴിയില്ലല്ലോ. നമുക്കറിയാമല്ലോ ഇവരെങ്ങനെയാണ് പ്രവചിക്കുന്നത്. മാധ്യമങ്ങൾ ആദ്യം തെരഞ്ഞെടുപ്പിന്റെ സമയം മുഴുവൻ പ്രവചിക്കാതെ ഇരിക്കും, ഒന്നും പറയുകയില്ല. ഇത് കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആരെയും വെറുപ്പിക്കേണ്ട കാര്യമില്ലാത്ത അവസ്ഥയിൽ അനന്തമാനം ഊഹാപോഹങ്ങളും മറ്റും പ്രചരിപ്പിക്കും. ഇത് ഞാൻ പറയുന്നത് വേറെ ഒരു ഇടതുപക്ഷം വീണ്ടും വിജയിക്കുന്നു എന്ന് പറയാനല്ല, എല്ലാം ഉപ്പ് തൊടാതെ വീഴുകരുത്. ഒരാൾ ഈ കാണിക്കുന്ന അമിതോത്സാഹത്തിൽ ഉപ്പ് തൊടാതെ വിടരുത്. എന്നാൽ തീർച്ചയായും എൻ്റെ ഒരു നോട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു പരാജയത്തെ നേരിടുകയാണ്. അതിന്റെ അളവ് എത്രയെന്നുള്ള കാര്യം മാത്രമേ എനിക്ക് സംശയമുള്ളൂ. 2, ഈ പ്രസ്താവനകളെയും മാധ്യമ പ്രവർത്തകർ മുഖവിലേക്ക് എടുക്കരുത്. സഖാവ് ഗോവിന്ദൻ പിന്നെ വേറെ എന്താണ് പറയേണ്ടത്? അദ്ദേഹം തോൽക്കുമെന്ന് പറയണോ? ഏതെങ്കിലും ഒരു പാർട്ടി തിരഞ്ഞെടുപ്പ് വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം തോൽക്കുമെന്ന് പറയുക എന്ന് വെച്ചാൽ അദ്ദേഹം ആ സ്ഥാനത്ത് ഇരിക്കാൻ അർഹനില്ല എന്ന് കണ്ടാൽ. അങ്ങനെ തങ്ങളുടെ പാർട്ടിയുടെ അണികളുടെ ആത്മവീര്യവും തങ്ങൾക്ക് വോട്ട് ചെയ്ത വോട്ടർമാരുടെ ആത്മവീര്യം നിലനിർത്തുവാൻ ഒരു പാർട്ടിയുടെ നേതൃത്വത്തിനും ബാധ്യതയുണ്ട്. അത് ഒരു വഴിപാട് പോലെ, ഒരു പതിവ് പോലെ കേരളത്തിലെ രാഷ്ട്രീയ സതീശൻ വൻ വിജയമെന്നും ഗോവിന്ദൻ മാസ്റ്റർ അഭിമാനകരമായ, പക്ഷെ അതിൽ അദ്ദേഹം ശ്രദ്ധിച്ചു വായിക്കുകയാണെങ്കിൽ സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിമാരുടെ പ്രസ്താവനകളെ പറ്റി ഒരു ധാരണയുണ്ടെങ്കിൽ ഗോവിന്ദൻ മാഷ് പറഞ്ഞ ഒരു വാക്കിൽ
അദ്ദേഹം അവരിൽ മുന്നിൽ കാണുന്ന ഒരു ചെറിയ പരാജയത്തിന്റെ ചുവയുണ്ട്. രാഷ്ട്രീയ പ്രതിരോധം ഗംഭീരമായി. അതിന്റെ അർത്ഥം സാധാരണ രാഷ്ട്രീയമായി നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരിക്കുന്നു, ഒരു പക്ഷേ വോട്ടിൽ നമ്മൾ തോറ്റേക്കാം എന്ന് വളരെ സൂക്ഷ്മമായി ഇടതുപക്ഷത്തെ പറ്റി മനസ്സിലാക്കാൻ കഴിയുന്ന മാധ്യമ പ്രവർത്തകർക്ക് ഗോവിന്ദൻ മാഷയുടെ സെക്രട്ടേറിയറ്റിന്റെ പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം ഇറക്കിയ പത്രക്കുറിപ്പിൽ എന്നെ വളരെ പെട്ടെന്ന് അത് മനസ്സിലായി. കാരണം അതിന്റെ ഭാഷ, കമ്മ്യൂണിസ്റ്റ് പ്രസ്താവന ഭാഷ, അതറിയുന്നവർക്ക് എനിക്ക് തോന്നുന്നത് അവരും ഇടതുപക്ഷവും പരാജയം മണക്കുന്നുണ്ട് എന്നാണ്. അതിന്റെ ഒരു കണക്ക് ഞാനും അതുകൊണ്ട് ഇതിന്റെ ഈ അളവ്, ഈ തോൽവിയുടെ അളവ് അല്ലെങ്കിൽ UDFന്റെ വിജയത്തിന്റെ അളവ് കൃത്യമായി പ്രവചിക്കാൻ കഴിയുകയില്ല. അത് നമുക്കൊക്കെ അറിയാവുന്ന സംഗതിയാണ്. പക്ഷെ അതിലേക്ക് വരൂ. ഇടതുപക്ഷത്തിന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ എന്താണ് വേരുകളുള്ള ഒരു പ്രസ്ഥാനത്തിന് എന്ത് സംഭവിച്ചു, ഇങ്ങനെയൊക്കെയുള്ള ഒരു അതാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ചർച്ചയുടെ ഒരു ശരിയാണ്. അത് ഒരു അടിസ്ഥാനപരമായ തെറ്റിദ്ധാരണയുടെ കൂടി ഫലമാണ്. കോൺഗ്രസിൽ നിന്നും മറ്റ് പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജനവികാരം മനസ്സിലാക്കാൻ എന്തോ മന്ത്രവടി ഉണ്ടെന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. പ്രത്യേകിച്ച് പാർലമെന്ററി ജനാധിപത്യത്തിൽ CPM-നെ പോലെയും CPI-യെ പോലെയും ദീർഘകാലം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അണികൾ കൃത്യമായി അടിത്തട്ടിൽ നടക്കുന്ന ജനങ്ങളുടെ വികാരം മനസ്സിലാക്കണമെന്നില്ല. തീർച്ചയായും വോട്ടിങ്ങിനെ സംബന്ധിച്ച് അവർക്ക് യാതൊരു ധാരണയും ഉണ്ടാവണമെന്നില്ല. ഇത് നമ്മുടെ മലയാളിയുടെ തെറ്റിദ്ധാരണയാണ്. ഈ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കും, കണക്കുകൾ ബൂത്ത് തലത്തിൽ കൃത്യമായി എത്തിക്കും. അത് മാധ്യമങ്ങൾ, ഒരു മടിയൻ മാധ്യമങ്ങൾ ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ എണ്ണയിട്ട യന്ത്രവും ബൂത്ത് തല കണക്കും. കോൺഗ്രസിന് കണക്കെടുക്കാനില്ല എന്നുള്ളതും CPM-ന് കണക്കുണ്ടെന്നുള്ളത്. പക്ഷെ അവിടെ ഇരിക്കുന്നത് ആരാണ്? ബൂത്ത് ലെവലിൽ. ഇത് വളരെ പ്രധാനമാണ്. ഇന്നത്തെ പുതിയ തലമുറയുടെ ജനങ്ങളുടെ മുഖപരിചയം പോലുമില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായ ഒരു ജെൻസി വോട്ടറെ ആ ബൂത്തിലിരിക്കുന്ന ഏജന്റിനെ തിരിച്ചറിയാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ഞാൻ ഒരു ഇടതുപക്ഷത്തിന്റെ ഒരു വിമർശനമായിട്ട് ഉന്നയിക്കുകയാണ്. ജനബന്ധം എങ്ങനെയാണ് ഇന്നത്തെ പുതിയ സമൂഹത്തിൽ എങ്ങനെയാണ് നിലനിർത്തേണ്ടത്? പുതിയ വോട്ടർമാരെ നിങ്ങളുടെ രാഷ്ട്രീയ ചായ്വുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു. വെറും ആളുകളുടെ പേര് നോക്കി ജാതിയും ഉപജാതിയും മനസ്സിലാക്കിയിട്ട് നമുക്ക് വോട്ട് കിട്ടുമെന്ന് മേൽഘടകത്തിനോട് പറയുന്നത് വലിയ വഞ്ചനയാണ്. കമ്മ്യൂണിസ്റ്റ് ആദർശത്തോടുള്ള വഞ്ചനയാണ്. ഇത് നിരവധി തവണ ഞാൻ എന്റെ പരിമിതമായ ഇതിൽ അറിവുകൾ ചൂണ്ടിക്കാണിക്കുന്നു. നിങ്ങൾ ഈ കണക്കുകൾ അതിലൊരു വലിയ അധാർമികതയുമുണ്ട്. സ്വന്തം പാർട്ടിയോട് നുണ പറയും. ഞാനിത് കേട്ടിട്ടില്ല. തോൽക്കുന്നെങ്കിൽ തോൽക്കുന്നു എന്ന് പറയാനുള്ള ആത്മധൈര്യം, കമ്മ്യൂണിസ്റ്റ് ആർജവം ഉള്ള അണികൾ ഉറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും ജയിക്കുമെന്ന് എഴുതി കൊടുത്ത് തടിത്തപ്പുന്നു, എന്നോട് പരാജയപ്പെടുമ്പോൾ അമ്പാളിച്ചു നിൽക്കും. ഇത് പണ്ട് അങ്ങനെയല്ല. കാരണം ഞാൻ വരുന്നത് കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിയെ തിരുവിതാംകൂർ കൊച്ചി ഉപതെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ച എന്റെ അമ്മാവനും എന്റെ ബന്ധുക്കളും പോളിംഗ് ബൂത്ത് ഏജന്റിൽ പോലീസിനെ പേടിച്ച് അതിന്റെ ഭയം മറന്ന് ഇരുന്ന ചരിത്രമുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല, വായുവിൽ തട്ടി വിടുന്നതല്ല. എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്ന് കുറച്ചൊക്കെ അറിയുന്നത് കൊണ്ട് പറയുകയാണ്. വളരെ വളരെ അവരെ വിശ്വസിക്കാൻ കഴിയാത്ത വണ്ണം ദുർബലമാണ് അവരുടെ പൊതുജന വികാരം കളക്കാനുള്ള അവരുടെ കഴിവ്. ഒരു പക്ഷേ മുസ്ലിം ലീഗിന്റെ അണികൾക്കാണ് ഇന്ന് അത് കൂടുതൽ കേരളത്തിൽ സൂക്ഷ്മമായി മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നും കൂടി ഞാൻ ആവർത്തിക്കുകയാണ്. അല്ല, അവിടെയാണ് സർ താങ്കൾ പറഞ്ഞു വെച്ചത് തന്നെ. ഇതാണ് നേരത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ തലമുറയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനവും ഇന്നത്തെ പ്രവർത്തനവുമായി യാതൊരു ബന്ധവുമില്ല. അന്നുള്ള ഈ ജനങ്ങളുടെ പൾസ് അറിയുന്ന രീതികൾ ഇന്ന് അവർ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതെന്താണ് കാണിക്കുന്നത്? ഇടതുപക്ഷത്തിൻ്റെ ദൗർബല്യം അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയുന്നവരുടെ ആ പാർട്ടിയുടെ രാഷ്ട്രീയമായ ആറ്റിറ്റ്യൂഡ്, ജനങ്ങളോട് പ്രശ്നങ്ങളുള്ളത്, ഇത് മാറിക്കഴിഞ്ഞോ എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ നിൽക്കുന്നത്. ഒന്നല്ല, എനിക്ക് തോന്നുന്നത് സ്വന്തം രാഷ്ട്രീയത്തിൽ ആദ്യമായി ആത്മവിശ്വാസം ഉണ്ടാവും. എന്നാൽ മാത്രമേ ജനങ്ങളുടെ അടുത്ത് ചെല്ലാൻ കഴിയുകയുള്ളൂ. ഇത് 10 കൊല്ലം ഭരണത്തിൽ ഇരുന്നിട്ട്
അടി തൊട്ട് മുടി വരെ ചെറിയ സ്ഥാനങ്ങളും ഒക്കെ പാർട്ടി കാഡർ അണികൾക്ക് സമ്പാദിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിലുള്ള അധികാരത്തിന്റെ രുചി അനുഭവിച്ചുകൊണ്ട് ജനകീയമായിട്ടുള്ള സമരങ്ങൾ തുലോം വെറും എന്താ ഒരു വഴിപാട് പോലെ വല്ലപ്പോഴും ധർണ അല്ലെങ്കിൽ കളക്ടറേറ്റ് മാർച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും അനുസ്മരണ ദിനം ഇങ്ങനെ നടത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഭരണത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജനങ്ങളിൽ നിന്ന് അകലാതെ തരമില്ല. തീർച്ചയായും. കാരണം താങ്കൾ ആലോചിച്ച് നോക്കൂ, ഏറ്റവും ചുരുങ്ങിയത് ഇറാൻ യുദ്ധം അല്ലേ, ഇവിടെ പണ്ട് സദ്ദാം ഹുസൈന്റെ കാര്യത്തിലും അല്ലെങ്കിൽ ഗാസ കാര്യത്തിലുമൊക്കെ കമ്മ്യൂണിസ്റ്റ് അണികൾ കാണിച്ചിരുന്ന ഒരു ഇതുണ്ടല്ലോ. എന്താണ് ഇറാനിനെ കുറിച്ച് ഒരു ചലനം ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ ഗോവിന്ദൻ മാസ്റ്റർ മുതൽ പിണറായി മുതൽ താഴെ ആരെങ്കിലും പറഞ്ഞു? പിന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം? അതുകൊണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രശ്നമല്ല, അത് അധികാരവുമായി ബന്ധപ്പെട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാവുന്ന പല ദൗർബല്യങ്ങളും. വേറൊരു കാര്യം കൂടി വളരെ പ്രധാനമാണ്. രാഷ്ട്രീയ തീരുമാനങ്ങൾ പാർട്ടിയുടേതാവണം, സർക്കാരിൻ്റെതാവരുത്. സർക്കാരിൻ്റെത് മാത്രമായ പിണറായിയുടെ മാത്രമാവരുത്. ഇത് വളരെ പ്രധാനമാണ്. കാരണം ഈ രാഷ്ട്രീയ അണികൾക്ക് രാഷ്ട്രീയ തീരുമാനം നടപ്പാക്കുമ്പോൾ ഉണ്ടാവുന്ന ആവേശം സർക്കാർ പരിപാടികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന പരിപാടികളുമായി പോകുമ്പോൾ ഉണ്ടാവില്ല. ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം മതി, കമ്മ്യൂണിസ്റ്റ് ബോധമൊന്നും വേണ്ട. വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്ന ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് പ്രത്യേകിച്ച് സർക്കാരാണ് ഈ പാർട്ടിയെ നയിച്ചിരുന്നത്, പാർട്ടിയല്ല സർക്കാരിനെ നയിച്ചിരുന്നത്. ആ സർക്കാരിൽ തന്നെ സഖാവ് പിണറായി വിജയനെ അനുകൂലമായ അഭിപ്രായം പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളും മന്ത്രിമാരുടെയും ഒരു ഫീഡ്ബാക്കാണ് സഖാവിന് ലഭിച്ചുകൊണ്ടിരുന്നത്. പിന്നെ വളരെ മോശം ഉപദേശകർ, അതായത് ജനങ്ങളുടെ ഫീഡ്ബാക്ക്, രാഷ്ട്രീയ ഫീഡ്ബാക്ക് കൊടുക്കാൻ കഴിവുള്ളവർ വേണം മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാക്കളായി ഉണ്ടാവാൻ. അല്ലാതെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കാൻ വേണ്ടിയുള്ള സൂത്രങ്ങൾ പറഞ്ഞു കൊടുക്കലല്ല ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ കൂടെ ഇരിക്കുന്നവർ. ഇവിടെ എനിക്ക് പറയാൻ തുടങ്ങിയത് കാരണം 1957 സഖാവ് EMS മുഖ്യമന്ത്രിയാക്കിയപ്പോൾ പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന പാർട്ടി സഖാവായ സുബ്രഹ്മണ്യ ശർമ്മയെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹത്തിന്റെ സെക്രട്ടറിയായി അയച്ചത്. അത്യപൂർവമായിട്ട് ഇതാണ് കാണിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ജാഗ്രത. ഇതാണ് സംഭവിച്ചത്. നമുക്ക് VS അച്യുതാനന്ദന്റെ കാര്യത്തിൽ സംഭവിച്ച അറിയാമല്ലോ. അദ്ദേഹത്തിന്റെ ഉപദേശകർ മുഴുവൻ വലതുപക്ഷക്കാരായി ഇപ്പോഴും തുടരുന്നു. ഞാൻ അതിനെതിരായി വളരെ വളരെ ചീത്തപ്പേര് കേട്ടവനാണ്. അത് തെറ്റാണ്. ഇത്തരമുള്ളൊരു സംഘമല്ല നിങ്ങളെ നയിക്കേണ്ടത്. നിങ്ങൾക്ക് വേണ്ടത് രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ശരിക്കും കൊടുക്കുന്ന ആളുകളാണ്. പ്രൈവറ്റ് ഏജൻസീസിനെ വിശ്വസിക്കരുത്. ഇവർ കാലം മാറിയെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറണം. പക്ഷെ മാറേണ്ട രീതി കമ്മ്യൂണിസ്റ്റ് രീതിയാണ്. അല്ല, അത് അവിടെയാണ് സർ. കമ്മ്യൂണിസ്റ്റ് ഫിലോസഫി അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ഐഡിയോളജിയെ മനസ്സിലാക്കി അതിനനുസരിച്ച് കാലത്തിനനുസരിച്ച് ഐഡിയോളജിക്കനുസരിച്ചും കാലത്തിനനുസരിച്ചും പാർട്ടിയെ രൂപപ്പെടുത്താൻ അങ്ങനെയുള്ള ഒരു ഐഡിയോളജിക്കൽ ലീഡർഷിപ്പ് കേരളത്തിലെ CPM ഇപ്പോൾ ഉണ്ടോ എന്നൊരു ചോദ്യമില്ലേ സർ? ഐഡിയോളജിക്കലി പറയുന്നവർ എത്ര പേരുണ്ട്? പാർട്ടി സെക്രട്ടറി തന്നെ വായ തുറന്നാൽ സിദ്ധാന്തമല്ലേ പറയുന്നത്. സഖാവ് ഐസക് അദ്ദേഹം എന്ത് പറയുന്നതിന് സൈദ്ധാന്തിക ഭാഷ്യം ചമയ്ക്കുന്നുണ്ട്. സഖാവ് ബേബിയും അത് വളരെ മാർക്സിസത്തിലുള്ള അവസാനമല്ല ഈ നേതൃത്വത്തിന്റെ. അതിന്റെ ഒരു വഴക്കം, ജനകീയ ബന്ധങ്ങൾ. ഇപ്പൊ MN ഗോവിന്ദൻ ആയാലും അല്ലെങ്കിൽ എത്രയോ ആളുകള് കേരളത്തിന്റെ ചടയൻ, അവരൊന്നും സൈദ്ധാന്തിക വ്യക്തതയുടെ കുറവ് കൊണ്ടല്ലോ ചടയൻ നയിച്ചത് പാർട്ടിയെയും മറ്റും. VS അച്യുതാനന്ദൻ എന്താണ് ജനകീയ പിന്തുണയുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം കേട്ടതാരാണ്? തോമസ് ജോസഫിന്റെ അഡ്വക്കേറ്റ് എന്താണ് ജയശങ്കർ പോലെയുള്ള ആളുകളുടെ അഭിപ്രായം കേട്ടു തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ പതനവും ആരംഭിച്ചു. വ്യക്തിപ്രഭാവത്തിൽ മാത്രം വിശ്വസിച്ചു. അത് തന്നെയാണ് സഖാവ് പിണറായിയുടെ കാര്യത്തിലും സംഭവിക്കുന്നത് എന്നാണ് ഒരു ഇടതുപക്ഷം ജയിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന എനിക്കും തോന്നുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷമായി അദ്ദേഹത്തിന് വ്യക്തിപരമായ പ്രതിച്ഛായകൾ തീരെ താല്പര്യമില്ലെങ്കിലും അതാണ് തന്റെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ശക്തി എന്ന് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അത് പുറത്ത് തീർച്ചയായും എനിക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു തവണ തോൽക്കുന്നത് ഒരു പ്രശ്നമേ അല്ല. പക്ഷേ തിരിച്ചു വരാത്ത വിധം തോൽക്കുക, അതാണ് എനിക്ക് ഭയം. സത്യം പറഞ്ഞാൽ നമ്മൾ ഇടതുപക്ഷത്തെ കുറിച്ചാണല്ലോ ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്റെ ഭയം തോൽക്കലല്ല,
ഒരു തവണ CPM പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഒരു കുഴപ്പവും യഥാർത്ഥ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാവില്ല. പക്ഷെ ബംഗാളിലെ പോലെ 4 തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും തിരിച്ചു വരാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഈ പാർട്ടിയെ കൊണ്ടുപോകരുത്. എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും അതുണ്ടാവില്ല. കാരണം നമുക്ക് മണികളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ എന്റെ ഒരു രാഷ്ട്രീയ നിലപാടും എല്ലാവർക്കും അത് പാർട്ടി വിരുദ്ധമായി തോന്നണമെന്നില്ലല്ലോ. അതുപോലെ തന്നെ പക്ഷെ ഈ സുധാകരന്റെയും KT മോഹനന്റെയും കലാപം കൊണ്ട് ഒരു കാര്യവുമില്ല. അത് സ്വാർത്ഥതയും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദൗർബല്യത്തെക്കാൾ മോശമായ വ്യക്തി താല്പര്യവും ഒരു അവസരവാദവും മാത്രമാണ്. അപ്പൊ ഞാൻ തെറ്റിദ്ധരിക്കരുത്, ഈ പറയുന്ന അവസരവാദികളുടെ കൂടെ എന്നെ കൂട്ടിക്കെട്ടരുത്. പക്ഷെ പാർട്ടിക്ക് കേരളത്തിൽ എപ്പോഴും പറയുന്നതാണ്, തോറ്റാലും അടിത്തറ ഭദ്രം. അതാ ഇപ്പൊ കേൾക്കുമ്പോൾ നമുക്കൊരു ക്ലീശേ പോലെ തോന്നും. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ തെറ്റ് തിരുത്തുമെന്നുള്ളതാണ്. എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എന്ന് ഞാനൊരു പരാജയം മണക്കുന്നു, അതില്ല എന്ന് പറയുന്ന അർത്ഥമില്ല. ആ പരാജയം സംഭവിച്ചാൽ അവർ തിരുത്തിയാൽ തിരിച്ചു വരാൻ കഴിയും.